സംഖ്യാപുസ്തകം അധ്യായം 22. ഇസ്രായേൽ മക്കൾ യാത്ര പുറപ്പെട്ട് യെരിഹോവിന്റെ സമീപത്ത് യോർദാനക്കരെ മോവാബ് സമഭൂമിയിൽ പാളയമിറങ്ങി. ഇസ്രായേൽ അമോര്യരോട് ചെയ്തതൊക്കെയും സിപ്പോരിന്റെ മകനായ ബാലാക്ക് അറിഞ്ഞു. ജനം വളരെയായിരുന്നതുകൊണ്ട് മോവാബ് ഏറ്റവും ഭയപ്പെട്ടു. ഇസ്രായേൽ മക്കളെക്കുറിച്ച് മോവാബ് പരിഭ്രമിച്ചു. മോവാബ് മിദ്യാന്യ മൂപ്പന്മാരോട്, കാള വയലിലെ പുല്ല് നക്കിക്കളയുന്നത് പോലെ ഈ കൂട്ടം നമ്മുടെ ചുറ്റുമുള്ള എല്ലാവരെയും നക്കിക്കളയും എന്ന് പറഞ്ഞു. അക്കാലത്ത് മോവാബ് രാജാവ് സിപ്പോരിന്റെ മകനായ ബാലാക്ക് ആയിരുന്നു. അവൻ ബെയോരിന്റെ മകനായ ബിലെയാമിനെ വിളിപ്പാൻ അവന്റെ സ്വജാതിക്കാരുടെ ദേശത്ത് നദീതീരത്തുള്ള പെദോരിലേക്ക് ദൂതന്മാരെ അയച്ചു. ഒരു ജനം മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു വന്ന് ഭൂതലത്തെ മൂടിയിരിക്കുന്നു. അവർ എനിക്കെതിരെ പാർക്കുന്നു. നീ വന്ന് എനിക്ക് വേണ്ടി ഈ ജനത്തെ ശപിക്കണമേ. അവർ എന്നേക്കാൾ ഏറ്റവും ബലവാന്മാർ ആയിരിക്കൊണ്ട്, പക്ഷേ അവരെ തോൽപ്പിച്ച് ദേശത്ത് നിന്ന് ഓടിച്ചു കളവാൻ എനിക്ക് കഴിവുണ്ടാകുമായിരിക്കും. നീ അനുഗ്രഹിക്കുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ, നീ ശപിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ എന്ന് ഞാൻ അറിയുന്നു എന്ന് പറയിച്ചു. മോവാബ്യ മൂപ്പന്മാരും മിദ്യാന്യ മൂപ്പന്മാരും കൂടി കയ്യിൽ പ്രശ്നദക്ഷിണയുമായി ബിലെയാമിന്റെ അടുക്കൽ ചെന്ന് ബാലാക്കിന്റെ വാക്കുകളെ അവനോട് പറഞ്ഞു. അവൻ അവരോട്, ഇന്ന് രാത്രി ഇവിടെ പാർപ്പീൻ. യഹോവ എന്നോട് അരുളി ചെയ്യുന്നത് പോലെ ഞാൻ നിങ്ങളോട് ഉത്തരം പറയാം എന്ന് പറഞ്ഞു. മോവാബ്യ പ്രഭുക്കന്മാർ ബിലെയാമിനോട് കൂടെ പാർത്തു. ദൈവം ബിലെയാമിന്റെ അടുക്കൽ വന്നു. നിന്നോട് കൂടിയുള്ള ഈ മനുഷ്യർ ആരെന്ന് ചോദിച്ചു. ബിലെയാം ദൈവത്തോട്, ഒരു ജനം മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു വന്ന് ഭൂതലത്തെ മൂടിയിരിക്കുന്നു. നീ വന്ന് എനിക്ക് വേണ്ടി അവരെ ശപിക്കണം. പക്ഷേ അവരോട് യുദ്ധം ചെയ്ത് അവരെ ഓടിച്ചു കളവാൻ എനിക്ക് കഴിയും എന്നിങ്ങനെ മോവാബ് രാജാവായി സിപ്പോരിന്റെ മകനായ ബാലാക്ക് എൻ്റെ അടുക്കൽ പറഞ്ഞയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ദൈവം ബിലെയാമിനോട്, നീ അവരോട് കൂടെ പോകരുത്, ആ ജനത്തെ ശപിക്കുകയും അരുത്, അവർ അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു എന്ന് കൽപ്പിച്ചു. ബിലെയാം രാവിലെ എഴുന്നേറ്റ് ബാലാക്കിന്റെ പ്രഭുക്കന്മാരോട്, നിങ്ങളുടെ ദേശത്തേക്ക് പോകുവീൻ, നിങ്ങളോടുകൂടെ പോരുവാൻ യഹോവ എനിക്ക് അനുവാദം തരുന്നില്ല എന്ന് പറഞ്ഞു. മോവാബ്യ പ്രഭുക്കന്മാർ പുറപ്പെട്ടു ബാലാക്കിന്റെ അടുക്കൽ ചെന്നു. ബിലെയാമിന് ഞങ്ങളോടുകൂടെ വരുവാൻ മനസ്സില്ല എന്ന് പറഞ്ഞു. ബാലാക്ക് വീണ്ടും അവരെക്കാൾ മാന്യരായ അധികം പ്രഭുക്കന്മാരെ അയച്ചു. അവർ ബിലെയാമിന്റെ അടുക്കൽ വന്ന് അവനോട്, എൻ്റെ അടുക്കൽ വരുന്നതിന് മുടക്കം ഒന്നും പറയരുതേ. ഞാൻ നിന്നെ ഏറ്റവും ബഹുമാനിക്കും. നീ എന്നോട് പറയുന്നതൊക്കെയും ഞാൻ ചെയ്യാം. വന്ന് എനിക്ക് വേണ്ടി ഈ ജനത്തെ ശപിക്കണമേ എന്ന് സിപ്പോരിന്റെ മകനായ ബാലാക്ക് പറയുന്നു എന്ന് പറഞ്ഞു. ബിലെയാം ബാലാക്കിന്റെ ഭൃത്യന്മാരോട്, ബാലാക്ക് തന്റെ ഗൃഹം നിറച്ച് വെള്ളിയും പൊന്നും എനിക്ക് തന്നാലും എൻ്റെ ദൈവമായ യഹോവയുടെ കൽപ്പന ലംഘിച്ച് ഏറെയോ കുറയോ ചെയ്യുവാൻ എനിക്ക് കഴിയുന്നതല്ല. ആകയാൽ യഹോവ ഇനിയും എന്നോട് എന്ത് അരുളി ചെയ്യും എന്ന് ഞാൻ അറിയട്ടെ. നിങ്ങളും ഈ രാത്രി ഇവിടെ പാർപ്പീൻ എന്നുത്തരം പറഞ്ഞു. രാത്രിയിൽ ദൈവം ബിലെയാമിന്റെ അടുക്കൽ വന്നു. ഇവർ നിന്നെ വിളിപ്പാൻ വന്നിരിക്കുന്നു എങ്കിൽ പുറപ്പെട്ട് അവരോടുകൂടെ പോക. എന്നാൽ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന കാര്യം മാത്രമേ ചെയ്യാവൂ എന്ന് കൽപ്പിച്ചു. ബിലെയാം രാവിലെ എഴുന്നേറ്റ് കഴുതയ്ക്ക് കോപ്പിട്ട് മോവാബ്യ പ്രഭുക്കന്മാരോടുകൂടെ പോയി. അവൻ പോകുന്നത് കൊണ്ട് ദൈവത്തിന്റെ കോപം ജ്വലിച്ചു. യഹോവയുടെ ദൂതൻ വഴിയിൽ അവന് പ്രതിയോഗിയായി നിന്നു. അവനോ കഴുതപ്പുറത്ത് കയറി യാത്ര ചെയ്യുകയായിരുന്നു. അവന്റെ 2 ബാല്യക്കാരും കൂടെ ഉണ്ടായിരുന്നു. യഹോവയുടെ ദൂതൻ വാൾ ഊരിപ്പിടിച്ചുകൊണ്ട് വഴിയിൽ നിൽക്കുന്നത് കഴുത കണ്ടു. കഴുത വഴിയിൽ നിന്ന് മാറി വയലിലേക്ക് പോയി. കഴുതയെ വഴിയിലേക്ക് തിരിക്കേണ്ടതിന് ബിലെയാം അതിനെ അടിച്ചു. പിന്നെ യഹോവയുടെ ദൂതൻ ഇരുപുറവും മതിലുള്ള മുന്തിരിത്തോട്ടങ്ങളുടെ ഇടുക്ക് വഴിയിൽ നിന്നു. കഴുത യഹോവയുടെ ദൂതനെ കണ്ടപ്പോൾ മതിലരികെ ഒതുങ്ങി ബിലെയാമിന്റെ കാൽ മതിലോട് ചേർത്ത് ഞെക്കി. അവൻ അതിനെ വീണ്ടും അടിച്ചു. പിന്നെ യഹോവയുടെ ദൂതൻ മുൻപോട്ട് ചെന്ന് ഇടത്തോട്ടും വലത്തോട്ടും മാറുവാൻ വഴിയില്ലാത്ത ഒരു ഇടുക്കിടയിൽ നിന്നു.
യഹോവയുടെ ദൂതനെ കണ്ടപ്പോൾ കഴുത ബിലെയാമിന്റെ കീഴെ കിടന്നു കളഞ്ഞു. ബിലെയാമിന്റെ കോപം ജ്വലിച്ചു. അവൻ കഴുതയെ വടികൊണ്ട് അടിച്ചു. അപ്പോൾ യഹോവ കഴുതയുടെ വായ് തുറന്നു. അത് ബിലെയാമിനോട്, നീ എന്നെ ഈ 3 പ്രാവശ്യം അടിപ്പാൻ ഞാൻ നിന്നോട് എന്ത് ചെയ്തു എന്ന് ചോദിച്ചു. ബിലെയാം കഴുതയോട്, നീ എന്നെ കളിയാക്കിയതുകൊണ്ടത്രേ. എൻ്റെ കയ്യിൽ ഒരു വാളുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇപ്പോൾ തന്നെ നിന്നെ കൊന്നുകളയുമായിരുന്നു എന്ന് പറഞ്ഞു. കഴുത ബിലെയാമിനോട്, ഞാൻ നിന്റെ കഴുതയല്ലയോ? ഈ കാലമൊക്കെയും എൻ്റെ പുറത്തല്ലയോ നീ കയറി നടന്നത്? ഞാൻ എപ്പോഴെങ്കിലും ഇങ്ങനെ നിന്നോട് കാണിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല എന്നവൻ പറഞ്ഞു. അപ്പോൾ യഹോവ ബിലെയാമിൻ്റെ കണ്ണു തുറന്നു. യഹോവയുടെ ദൂതൻ വാളൂരി പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് അവൻ കണ്ട് സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. യഹോവയുടെ ദൂതൻ അവനോട്, ഈ 3 പ്രാവശ്യം നീ കഴുതയെ അടിച്ചതെന്ത്? ഇതാ, ഞാൻ നിനക്ക് പ്രതിയോഗിയായി പുറപ്പെട്ടിരിക്കുന്നു. നിന്റെ വഴി നാശകരം എന്ന് ഞാൻ കാണുന്നു. കഴുത എന്നെ കണ്ടു ഈ 3 പ്രാവശ്യം എൻ്റെ മുൻപിൽ നിന്ന് മാറിപ്പോയി. അത് മാറിപ്പോയിരുന്നില്ലെങ്കിൽ ഞാൻ ഇപ്പോൾ തന്നെ നിന്നെ കൊന്നുകളയുകയും അതിനെ ജീവനോടെ രക്ഷിക്കുകയും ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞു. ബിലെയാം യഹോവയുടെ ദൂതനോട്, ഞാൻ പാപം ചെയ്തിരിക്കുന്നു. നീ എനിക്ക് എതിരായി വഴിയിൽ നിന്നിരുന്നു എന്ന് ഞാൻ അറിഞ്ഞില്ല. ഇത് നിനക്ക് അനിഷ്ടമെന്ന് വരികിൽ ഞാൻ മടങ്ങിപ്പോയിക്കൊള്ളാം എന്ന് പറഞ്ഞു. യഹോവയുടെ ദൂതൻ ബിലെയാമിനോട്, ഇവരോട് കൂടെ പോക, എങ്കിലും ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന വചനം മാത്രമേ പറയാവൂ എന്ന് പറഞ്ഞു. ബിലെയാം ബാലാക്കിൻ്റെ പ്രഭുക്കന്മാരോടുകൂടെ പോകുകയും ചെയ്തു. ബിലെയാം വരുന്നു എന്ന് ബാലാക്ക് കേട്ടപ്പോൾ അർണോൻ തീരത്ത് ദേശത്തിൻ്റെ അതിരിലുള്ള ഈർ മോവാബ് വരെ അവനെ എതിരേറ്റ് ചെന്നു. ബാലാക്ക് ബിലെയാമിനോട്, ഞാൻ നിന്നെ വിളിപ്പാൻ ആളയച്ചില്ലയോ? നീ വരാതിരുന്നത് എന്ത്? നിന്നെ ബഹുമാനിപ്പാൻ എനിക്ക് കഴിയുകയില്ലയോ എന്ന് പറഞ്ഞതിന് ബിലെയാം ബാലാക്കിനോട്, ഞാൻ വന്നിരിക്കുന്നുവല്ലോ, എന്നാൽ എന്തെങ്കിലും പറവാൻ എനിക്ക് കഴിയുമോ? ദൈവം എൻ്റെ നാവിന്മേൽ ആക്കിത്തരുന്ന വചനമേ ഞാൻ പ്രസ്താവിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ബിലെയാം ബാലാക്കിനോടുകൂടെ പോയി. അവർ കിരിയത്ത് ഹൂസോത്തിലെത്തി. ബാലാക്ക് കാളകളെയും ആടുകളെയും അറുത്ത് ബിലെയാമിനും അവനോടു കൂടിയുള്ള പ്രഭുക്കന്മാർക്കും കൊടുത്തയച്ചു. പിറ്റേന്നാൾ ബാലാക്ക് ബിലെയാമിനെ ബാമോത്ത് ബാലിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ നിന്ന് അവൻ ജനത്തിൻ്റെ ഒരറ്റം കണ്ടു.